300 എന്നുള്ളത് 500 ആക്കി. അത് കഴിഞ്ഞ് ഓരോ ബജറ്റിൽ 100 വീതം വർദ്ധിപ്പിച്ച് 5 വർഷം കൊണ്ട് 500 രൂപയെ വർദ്ധിപ്പിച്ചത്. അതിൽ നിന്നും മാറ്റിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളെ 1000 രൂപ ഓരോ ബജറ്റിലും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 7000 രൂപയിൽ ഇപ്പോൾ നിലവിൽ എത്തിച്ചിരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഇൻസെന്റീവ് തരാഞ്ഞിട്ട് ശൈലജ ടീച്ചർ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ നിരവധി സി8ന്റെ പേരിൽ നിരവധി പാർലമെന്റ് സമരം നടത്തിയിട്ടാണ് ഞങ്ങൾക്ക് 2000 രൂപ ഇൻസെന്റീവ് അംഗീകരിച്ചത്. അതെല്ലാം സി8ന്റെ നേതൃത്വത്തിലാണ് നടന്നിരിക്കുന്നത്. ഞങ്ങൾ പട്ടിണി കിടന്ന കാലത്ത് തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ കണ്ണീരൊഴുകിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കാൻ പോയിരിക്കുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കരുത്. ഇതിനെ നിങ്ങൾ അംഗീകരിക്കരുത്. ശമ്പളം കൂട്ടിത്തരണമെന്ന് പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കരുത്. കാരണം നിങ്ങൾ അടിമകളാണ്. നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയത്തില്ല. എൻ്റെ പൊന്ന് അമ്മച്ചി, ഇങ്ങനെ ഉടായി പിറക്കല്ലേ. കേന്ദ്ര സർക്കാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരേണ്ടതെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി സർക്കാർ ശമ്പളം കൂട്ടിക്കൊടുത്തേ? അതും 5 കൊല്ലം കൊണ്ട് 500 രൂപ. 5 കൊല്ലം കൊണ്ട് 500 രൂപയാണ് കൂട്ടിക്കൊടുത്തത്. നമ്മുടെ ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് 5 കൊല്ലത്തേക്ക് വിലവർധനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞവരാണ്. 9 കൊല്ലമായി. 5 കൊല്ലം കൊണ്ട് നിങ്ങൾ 500 രൂപ കൂട്ടി ബാക്കി 4 കൊല്ലം കൊണ്ട് മുട്ടായി വാങ്ങിച്ച് തിന്നുമായിരുന്നോ? എൻ്റെ പൊന്നമ്മച്ചി, കഷ്ണം തന്നെ. ഒരു കൂട്ടർ അവിടെ കിടന്ന് ശമ്പളം കൂട്ടണമെന്നും പറഞ്ഞ് സമരം ചെയ്യുന്നു. അടുത്ത അടിമകൾ ഇവിടെ കിടന്ന് ശമ്പളം കൂട്ടണ്ട, ഞങ്ങൾ സർക്കാരിനൊപ്പമാണ് എന്ന് പറഞ്ഞ് മെഴുകുന്നു. ഗതികേട് തന്നെ. ഇതിലും ഭേദം നിങ്ങൾ ചാണകം വാരി ജീവിക്കുന്നതാണ് അടിമകളെ.